ദേവ ചേച്ചി, ചേച്ചി വന്നല്ലോ. ചേച്ചി, നാളെ വിഷു അല്ലേ, മോൾക്ക് എന്തെങ്കിലും സമ്മാനം തരണമെന്ന് ദേവുട്ടി ചേച്ചിക്ക് ഭയങ്കര നിർബന്ധം. അതാ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. നാളെ വിഷുവാണെന്നുള്ള കാര്യം വിദ്യാമ്മയ്ക്കും ദേവൂട്ടിക്ക് അറിയായിരുന്നോ? ഞങ്ങളിവിടെ അങ്ങനെ ഒരു പതിവില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. നന്മയുടെ പ്രതീകമായ ദിവസങ്ങൾ എവിടെയായിരുന്നാലും അത് ആഘോഷിക്കപ്പെടേണ്ടതല്ലേ. അതിന് ദേശഭേദങ്ങളില്ലല്ലോ. ദേവുട്ടി, അതങ്ങ് കൊടുക്ക്. എന്താ ദേവ ചേച്ചി ഇത്? അച്ഛനും മോളും ദേവു ചേച്ചി തന്ന പുതിയ വസ്ത്രങ്ങൾ ഇട്ടിട്ട് വേണം കണി കാണാനെന്നാ ദേവു ചേച്ചി പറഞ്ഞത്. ദേവി, എന്റെ മോൾക്ക് വേണ്ടി കണി ഒരുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലായിരുന്നു ഞാൻ. ഇപ്പൊ ദേ, ഞാൻ പോലും അറിയാതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ അതിശയമായിരിക്കുന്നു. അല്ല, രണ്ടുപേർ വിദ്യാമയെ കാണാൻ വന്നിരുന്നു. അവരുടെ തോട്ടത്തിലെ വിളവെടുപ്പിന്റെ ഒരു പങ്കുമായിട്ട്. ആ യശോധരനും ഭാര്യയല്ലേ, വഴിക്കെന്നെ കണ്ടിരുന്നു. അവര് കൊണ്ടുവന്ന വിഭവങ്ങൾ കണിയൊരുക്കാൻ തികയില്ലേ? പിന്നെ അത് തന്നെ ധാരാളം വിദ്യാമേ. എന്തോരം കാര്യങ്ങളാ അവര് കൊണ്ടുവന്നത്. എങ്കിലേ നാളെ കണി കാണാൻ വേണ്ടതെല്ലാം ഒരുക്കിക്കോളൂ. ശിവപ്രിയ മോൾക്കും അച്ഛനും ഇവിടെ കണിയൊരുക്കണമെന്ന് ദേവു ചേച്ചിക്കായിരുന്നു നിർബന്ധം, കേട്ടോ? നാളെ കണി കാണാൻ പറ്റില്ലല്ലോ എന്ന സങ്കടത്തിലായിരുന്നു ഞാനും അച്ഛനും. വിദ്യാമ്മയും ദേവു ചേച്ചി ആ സങ്കടം മാറ്റി തന്നല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷമായി ദേവു ചേച്ചി. ദേ നോക്ക്, ദേവു ചേച്ചി എന്ന പുതിയ ഡ്രസ്സാ. എനിക്ക് നന്നായി ചേരുവല്ലേ? പിന്നെ ഈ കുപ്പായത്തില് എന്റെ മോളെ കാണാൻ എന്ത് രസമായിരിക്കുന്നോ. ആഹാ, ദേ അച്ഛനുള്ള മുണ്ടും ഷർട്ടും. പാവം കുട്ടി, സങ്കടങ്ങൾക്കിടയിലും നമ്മുടെ കാര്യം മറന്നില്ലല്ലോ ദേവുട്ടി. അച്ഛന്റെ സങ്കടം കണ്ട് ഞാൻ കൃഷ്ണ ഭഗവാനോട് മനസ്സൊരുകി പ്രാർത്ഥിക്കായിരുന്നു. നാളെ ചെറിയ രീതിയിലെങ്കിലും കണി കാണാൻ ഒരു അവസരം ഉണ്ടാക്കണേന്ന്. ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടു. അത് ഭഗവാൻ എന്റെ മോളെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ, അതുകൊണ്ടല്ലേ ചെറിയ രീതിയിലാക്കാതെ ഇപ്പൊ ഏറ്റവും നല്ല രീതിയിൽ കണി കാണാൻ അവസരം ഒരുങ്ങുന്നത്. പാവം മണിച്ചേട്ടൻ നമ്മുടെ വീട്ടിൽ ഇത്തവണ കണി ഒരുക്കുന്നുണ്ടാവോ? അതെങ്ങനെയാ? മണിച്ചേട്ടന് സുഖമില്ലാതെ കിടക്കുമല്ലേ. പാവം മണിച്ചേട്ടനും ഇതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കൃഷ്ണ ഭഗവാൻ കണി കാണാൻ ഒരു അവസരം ഒരുക്കേനെ, അല്ലേച്ചാ? അതെങ്ങനെയാ? അവന്റെ അമ്മ അവനെ ആ രീതിയിലല്ലല്ലോ വളർത്തിയത്. ചെറുപ്രായത്തില് ഈശ്വരവിശ്വാസവും നല്ല ചിന്തയും ഉണ്ടാകാൻ പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അവള് തന്നിഷ്ടം പോലെയല്ലേ അവനെ വളർത്തിയത്. അതിന്റെ ദോഷം ഇതൊക്കെ. ഇനിയെങ്കിലും അമ്മയും മോനും ഈശ്വര ചിന്തയോടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. മണിച്ചേട്ടൻ പാവം അച്ഛാ. മണിച്ചേട്ടനും കണി കണ്ട് ഉണരാൻ വേണ്ടി ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോ അവരുടെ മനസ്സിലെ അഹങ്കാരവും ആർഭാടവും ഒക്കെ മാറ്റാൻ വേണ്ടിയാവും ഈശ്വരൻ ഇങ്ങനൊരു പരീക്ഷണം കൊടുത്തത്. എന്തായാലും അതൊക്കെ അതിജീവിക്കാൻ അമ്മ മൂകാംബി അവർക്ക് തുണയായാൽ മതിയായിരുന്നു. എന്റെ കൃഷ്ണ ഭഗവാനെ, നാളെ കണി കണ്ട് ഉണരാൻ എനിക്ക് അവസരം തന്നതുപോലെ പാവം മണിച്ചേട്ടനും അവിടുന്ന് ഒരു അവസരം കൊടുക്കണേ.
എന്തെങ്കിലും നോക്കുന്നത്? ഞാൻ പറഞ്ഞത് തനിക്ക് വിശ്വാസമായില്ലേ? നിന്നെ കാണാൻ മാത്രമാണ് ഈ വരവെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ഈ വരവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഈ വിഷുവിന് മുമ്പ് അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നിന്നെ കല്യാണം കഴിക്കാനുള്ള സമ്മതം അമ്മയിൽ നിന്ന് വാങ്ങാൻ എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നടത്താൻ മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തേടിയ ഈ വരവ്. ഇപ്പോ നിനക്ക് വിശ്വാസമായോ? ആത്മാവിൻ പൂക്കളായി നിറഞ്ഞു കണ്ണൻ, അനുരാഗലോലയായി മാറിന. പാടുന്നു ഞാനൊരു ഗാനം നിനക്കായി, നമ്മളും ചേരുന്നൊരു നിമിഷം. ഓരോ രാവിലും മധുരമായോർമകൾ, ദേവിതൻ മായയോ രാധകം പ്രേമമോ, മനസ്സിൽ നിറയുന്ന മോഹനരാഗം, ഇതൾ ചൂടി ഉണരും